ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്നാൽ പുരുഷ മേധാവിത്വത്തിന്റെ നേർരൂപമായ ഐൻസ്റ്റീനെ എത്ര പേർക്കറിയാം? അതായത് തന്റെ ഭാര്യയോട് ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടാണ് ഐൻസ്റ്റീൻ തന്റെ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ ഉടമ്പടിക്ക് തയ്യാറാണെങ്കിൽ മാത്രം വിവാഹത്തിന് ഒരുങ്ങിയാൽ മതി എന്നാണ് അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഐൻസ്റ്റീന്റെ ഭാര്യയുമായുള്ള ആ സുപ്രധാന ഉടമ്പടിയെക്കുറിച്ചാണ്. അതറിയാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു പുരുഷനും സ്ത്രീയും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നത് അലിഖിതമായ ഒരു ഉടമ്പടിക്ക് മേലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പരസ്പരം താങ്ങായി ജീവിച്ചു കൊള്ളാമെന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പരസ്പര ധാരണ. എന്നാൽ അപൂർവം ചിലർ വിവാഹാനന്തരം തങ്ങളുടെ പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായ നിബന്ധനകൾ വിവാഹത്തിന് മുമ്പ് തന്നെ എഴുതി തയ്യാറാക്കി പങ്കാളിയെ കാണിക്കുന്ന പതിവുമുണ്ട്. എന്നാൽ ഇന്നത്തെ വിവാഹ മാർക്കറ്റിൽ പുരുഷന്റെ വില ഇടിവും സ്ത്രീകളുടെ മേധാവിത്വവും ഇത്തരത്തിലുള്ള ഉടമ്പടികളുടെ എണ്ണം കുറച്ചു. എന്നാൽ ഒരു 10-15 കൊല്ലം മുമ്പ് പുറകോട്ട് സഞ്ചരിച്ചാൽ ഇതൊന്നുമല്ല കാഴ്ച. വൈവാഹിക ജീവിതത്തിന്റെയും വിവാഹമോചനത്തിന്റെയും ഒക്കെ നിബന്ധനകൾ പലരും ഇത്തരം ഉടമ്പടികളിൽ പങ്കുവയ്ക്കാറുമുണ്ട്. അത്തരത്തിലുള്ള ഉടമ്പടിയിൽ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന വിശ്വപ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ തന്റെ ആദ്യ ഭാര്യയായ മിലേവ മാരിച്ചുമായി ഒപ്പിട്ട വിവാഹ ഉടമ്പടി. 1896 സൂറിച്ച് പോളിടെക്നിക്കിൽ പഠിക്കുന്ന കാലത്താണ് മിലേവയെ ഐൻസ്റ്റീൻ ആദ്യമായി കണ്ടുമുട്ടുന്നത്. ജർമ്മനിയിലെ IIT-കൾക്ക് തുല്യമായ സ്ഥാപനങ്ങളാണ് പോളിടെക്നിക്കുകൾ. അവിടെ ഗണിതവും ഊർജ്ജതന്ത്രവും അടങ്ങുന്ന കോഴ്സിന് പഠിക്കുകയായിരുന്നു. ആ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന ചരിത്രത്തിലെ രണ്ടാമത്തെ സ്ത്രീ മാത്രമായ മിലേവയുമായി ആൽബർട്ട് പ്രണയത്തിലാവുകയും അവർ 1903 വിവാഹിതരാവുകയും ചെയ്യുന്നു. ആൽബർട്ടിന് മിലേവയിൽ 2 പുത്രന്മാർ ജനിച്ചു, ഹാൻസും എഡ്വേർഡും. 11 വർഷം കഴിഞ്ഞപ്പോൾ പരസ്പരമുള്ള ബന്ധത്തിലേക്ക് നടത്തിയ ഒരു തിരിഞ്ഞുനോട്ടത്തിൽ സ്നേഹം അവശേഷിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ദമ്പതികൾ വിഷയത്തെ തികച്ചും യുക്തിസഹമായി സമീപിക്കാൻ തീരുമാനിക്കുന്നു. പരസ്പരം കലഹിച്ചുകൊണ്ട് വിവാഹമോചനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് തന്നെ തുടരാമെന്ന് അവർ തീരുമാനമെടുക്കുകയാണ്. ആ വിവാഹ ജീവിതം തുടങ്ങുന്ന കാലത്ത് മിലേവയ്ക്ക് മുന്നിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ വെച്ച ചില നിബന്ധനകൾ പിന്നീട് ഐൻസ്റ്റീൻസ് ഹിസ് ലൈഫ് ആൻഡ് യൂണിവേഴ്സ് എന്ന പേരിൽ വാൾട്ടർ ഐസക്സൺ എഴുതിയ ജീവചരിത്രത്തിലൂടെ പുറത്തു വരികയുണ്ടായി. ഇന്നത്തെ കാലത്ത് ഏറെ വിമർശനങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന ആ നിബന്ധനകൾ ഇപ്രകാരമായിരുന്നു. 1. നിങ്ങൾ എന്റെ വസ്ത്രങ്ങൾ വൃത്തിയായി അലക്കി ഇസ്തിരിയിട്ട് അലമാരയിൽ വെക്കേണ്ടതാണ്. 2. 3 നേരം എനിക്ക് കഴിക്കാനുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം എന്റെ മുറിക്കുള്ളിൽ എത്തേണ്ടതാണ്. 3. എന്റെ കിടപ്പുമുറിയും സ്റ്റഡി ടേബിളും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. 4. സ്റ്റഡി ടേബിളിൽ എന്റെ സാധനങ്ങൾ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ. 5. എന്നിൽ നിന്നും യാതൊരു വിധത്തിലുള്ള അടുപ്പവും വേണമെന്ന് നിങ്ങൾ ശഠിക്കാൻ പാടുള്ളതല്ല. 6. ഞാൻ സദാസമയം നിങ്ങളോടൊപ്പം വീട്ടിൽ ചെലവിടണമെന്ന് വാശി പിടിക്കാനും പാടില്ല. 7. ഞാൻ പോകുന്നിടത്തെല്ലാം കൂടെ വരണമെന്നും ആവശ്യപ്പെടരുത്. 8. ഞാൻ ആവശ്യപ്പെടുന്ന പക്ഷം എന്നോട് മിണ്ടാതെ എന്നെ ശല്യപ്പെടുത്താതെ കഴിച്ചുകൂട്ടാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ്. 9. ഞാൻ ആവശ്യപ്പെട്ടാൽ ഏത് നിമിഷവും സ്റ്റഡി റൂമോ ബെഡ്റൂമോ വിട്ട് യാതൊരു പ്രതിഷേധവും കൂടാതെ ഇറങ്ങിപ്പോകാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. 10. നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ എന്നെ യാതൊരു വിധത്തിലും വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അപമാനിക്കുന്ന ഒരു നടപടികളും നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടുള്ളതല്ല. തുടക്കത്തിൽ ഈ നിബന്ധനകളൊക്കെയും പാലിച്ചുകൊണ്ട് തന്നെ മിലേവ ഐൻസ്റ്റീനൊപ്പം കഴിഞ്ഞെങ്കിലും രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച് അധികനാൾ കഴിയും മുമ്പ് അവർ ഐൻസ്റ്റീന്റെ വീട് വിട്ട് സൂറിച്ചിലെ സ്വന്തം വീട്ടിലേക്ക് തിരികെ പോവുകയായിരുന്നു. 5 വർഷം കഴിഞ്ഞ് ഔപചാരികമായി വിവാഹമോചനം നേടി അവർ എന്നേക്കുമായി പരസ്പരം വേർപിരിയുകയും ചെയ്തു. അപ്പോൾ ഐൻസ്റ്റീന്റെ ഈ വിവാഹ ഉടമ്പടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതെന്ത് തന്നെയായാലും കമന്റ് ചെയ്യൂ. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.